നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് കുമ്പിളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കുമ്പിള കുത്താൻ തെരളിയില കിട്ടാത്തതുകൊണ്ട് വാഴയിലക്കകത്താണ് ഈ അപ്പം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് ശർക്കര, 1 കപ്പ് തേങ്ങ, 5 ചെറിയ പഴവും എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരിച്ചിരി ഏലക്കാപ്പൊടി, ഒരു ലേശം ചുക്കുപൊടി, പിന്നെ കുറച്ച് ജീരകവും വേണം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കരയും പഴവും കൂടെ മിക്സിയിലിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജീരകത്തിൻ്റെ ഒരു പകുതിയും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരയ്ക്കാം. അപ്പം നമുക്ക് ഗോതമ്പ് പൊടിയിലേക്കും അരിപ്പൊടിയിലേക്കും ഈ അരച്ചു വെച്ചിട്ടുള്ള കൂട്ടൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ, ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ബാക്കി വെച്ചിട്ടുള്ള ജീരകം, ഇതെല്ലാം നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് പഴത്തിൻ്റെ ആ നനവ് പോരെന്നുണ്ടെങ്കിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് മാവെടുത്ത് വെക്കണ്ടേ, അപ്പോൾ കുറച്ചൊരു വെള്ളമായിട്ടിരിക്കണം. ഒരുപാട് ഈ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ അല്ല നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ വാട്ടി വെച്ച വാഴയിലക്കകത്തിൽ ഇത് ഓരോന്നായിട്ട് ഒരു കൈപ്പിടി എടുത്ത് വെച്ചിട്ട് പൊതിഞ്ഞ് ഇഡ്ഡലിക്കുട്ടകത്തിനകത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. എല്ലാ മാവും ഞാനങ്ങനെ വാഴയിലക്കകത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പിനകത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നമ്മൾ വെക്കുമ്പോൾ കമഴ്ത്തി വെക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ മേളിലോട്ടാണ് വെക്കുന്നതെങ്കിൽ ആ ഇല ഇങ്ങനെ തുറന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരേണ്ട സമയം മാത്രം മതി. നമ്മുടെ വാഴയിലയിലുള്ള അപ്പം റെഡിയാവും. അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം വെന്ത് ചൂടാറി വന്നതിന് ശേഷമുള്ളതാണിത്. അപ്പോൾ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശർക്കരയുടെ അളവും തേങ്ങയുടെ അളവും ഒക്കെ വേണമെങ്കിൽ ഇനിയും കൂട്ടാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മടിക്കരുത് കേട്ടോ.